Hey guys, welcome back. Part 2 video Oppo K13 vs Realme P4. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയിൽ നിന്ന് വരികയാണ്. പീക്ക് ബ്രൈറ്റ്നസ് ഓപ്പോ റിയൽമിയിൽ വരുന്നത് 4500 നൈറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. HBM ബ്രൈറ്റ്നസ് വരുന്നത് ഓപ്പോയിൽ 1200 നൈറ്റ്സിൻ്റെയും P4ൽ വരുന്നത് 1600 നൈറ്റ്സിൻ്റെയുമാണ്. റീഫ്രഷ് റേറ്റ് വരുന്നത് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് ഓപ്പോയിൽ വരുന്നതെങ്കിൽ 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് റിയൽമിയിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഫോണുകളും ബെസൽലെസ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ മോഡലാണ് വരുന്നത്. HDR10+ സപ്പോർട്ട് റിയൽമി P4ൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതേ സ്ഥാനത്ത് HDR10ൻ്റെ സപ്പോർട്ട് മാത്രമാണ് ഓപ്പോയിൽ വരുന്നത്. ഈ ഫോണുകളുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 163.2 mm ആണ് ഓപ്പോയുടെ ഹൈറ്റ് വരുന്നതെങ്കിൽ 163.34 mm ഹൈറ്റാണ് നമ്മുടെ റിയൽമിക്ക് വരുന്നത്. ഇനി രണ്ടിൻ്റെയും തിക്നെസ് നോക്കുകയാണെങ്കിൽ 8.5 mm തിക്നെസ്സാണ് ഓപ്പോ വരുന്നതെങ്കിൽ 7.58 mm തിക്നെസ്സാണ് റിയൽമിക്ക് വരുന്നത്. ഇനി രണ്ടിൻ്റെയും വെയിറ്റ് നോക്കുകയാണെങ്കിൽ 208 ഗ്രാമാണ് ഓപ്പോയിൽ വരുന്നതെങ്കിൽ 185 ഗ്രാം മാത്രമാണ് റിയൽമിക്ക് വരുന്നത്. ഇനി ഇരു ഫോണുകളുടെയും മെറ്റൽ ബിൽഡ് എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ഓപ്പോയ്ക്ക് വരുന്ന പ്ലാസ്റ്റിക് ബിൽഡാണെങ്കിൽ P4ൻ്റെ ഇതുവരെ എന്താണെന്നുള്ളത് അതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇനി ഇരു ഫോണുകളുടെയും വാട്ടർ റെസിസ്റ്റൻറ്റ് നോക്കുകയാണെങ്കിൽ /പ്രൂഫ് IP65 ആണ് നമ്മുടെ ഓപ്പോയിൽ വരുന്നതെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആൻഡ് IP66 ആൻഡ് 65 റേറ്റഡ് ആണ് നമ്മളുടെ റിയൽമിയിൽ വരുന്നത്. ഇരു ഫോണുകളും ഡസ്റ്റ് പ്രൂഫാണ്. ഇനി ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറയാണ് നമ്മളുടെ ഓപ്പോയിൽ വരുന്നത്. അതേ സ്ഥാനത്ത് അപ്പുറത്തും 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ടെങ്കിലും 10x ഡിജിറ്റൽ സൂം അടക്കം കൂടുതൽ ഉണ്ട്. ഇനി ഇരു ഫോണുകളുടെയും സെക്കൻഡറി ക്യാമറ വരുന്നത് 2 MB ആണ് ഓപ്പോയിൽ വരുന്നതെങ്കിൽ 8 MB ആണ് നമ്മളുടെ റിയൽമിയിൽ വരുന്നത്. ഇനി നമുക്ക് ഓട്ടോ ഫോക്കസ് രണ്ട് ഫോണിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇരു ഫോണിലും OS സപ്പോർട്ടോട് കൂടിയ ക്യാമറയാണ് വരുന്നത്. ഫ്ലാഷ് LED ലൈറ്റ് രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇരു ഫോണുകളുടെയും ഫ്രണ്ട് ക്യാമറ നോക്കുമ്പോൾ 12 MP ക്യാമറയാണ് വരുന്നത്. രണ്ടിലും ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇരു ഫോണിലും 7000 mAh ബാറ്ററിയാണ് വരുന്നത്. സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഓപ്പോയിൽ വരുന്നത്. ലിയോൺ പ്രൈമറി ബാറ്ററിയാണ് റിയൽമിയിൽ വരുന്നത്. ഇനി നമുക്ക് ഇരു ഫോണുകളുടെയും ചാർജിങ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 80 വാട്ടിൻ്റെ സൂപ്പർ വാൾവോ ചാർജിങ് ആണ് ഓപ്പോയിൽ വരുന്നത്. 62% ആണെങ്കിൽ 30 മിനിറ്റ്. ഇനി നമ്മുടെ റിയൽമിയിലേക്ക് പോവുകയാണെങ്കിൽ 80 വാട്ടിൻ്റെ അൾട്രാ ചാർജിങ് സ്പീഡാണ് വരുന്നത്. 50% ആകണമെങ്കിൽ 25 മിനിറ്റ്. രണ്ടും സെയിം തന്നെയാണ് വരുന്നത് സ്പീഡ്. ഇനി ഇരു ഫോണുകളുടെ സ്റ്റോറേജ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 128 GB അല്ലെങ്കിൽ 256 GB ഇരു ഫോണുകളിലും. സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നത് UFS 3.1 ആണ് ഇരു ഫോണുകളിലും. ഇതിൻ്റെ ബാക്കി വീഡിയോ പാർട്ട് 3 ഉണ്ടാവും. അതിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മറ്റു കാര്യങ്ങൾ പറയുന്നതാണ്.